അവൻ ഇപ്പൊ വിളിച്ചപ്പോ 10 മിനിറ്റ് എടുക്കുമെന്നാ പറഞ്ഞു. 10 മിനിറ്റകത്താവുന്ന പറഞ്ഞു. അപ്പൊ ഫുൾ സ്കാം ആണ്. എന്നെ 7:30 സ്കാമാ എന്നോട് 7 മണിന്നാണ് പറഞ്ഞത്. 7:30 ഇരുന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാതെ ഇങ്ങനെ എടുത്തപ്പോ തൊട്ടാണ് ഇങ്ങനെയൊക്കെ മര്യാദക്ക് ഇതാക്കി അങ്ങ് പോയാൽ മതിയായിരുന്നു. ഒരു കാര്യമില്ലായിരുന്നു. പുലി 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 പുലി. നിങ്ങൾ മേളിലുണ്ടാവും. നിങ്ങൾ കളി ആണോ അമ്മാര് കോസ്മിക് കളിച്ചോണ്ടിരിക്കുക. ഗൈസ് കളിക്കരുത്. ഗൈസ് പിന്നെ എന്താ പറയാ, 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് കാര്യം, കുറെ പേർക്ക് ഇഷ്ടം ആയിരിക്കാം, ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കാം. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ, ലൈക്ക് ഇങ്ങനത്തെ ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ ഓരോ കളേഴ്സും ഇതൊക്കെ. സോ നമ്മള് TV ഒഫീഷ്യലി നമ്മുടെ സിയോണിലെ ഗാങ് ഡ്രസ്സിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. ആ ഒരു കളർ കോഡിലോട്ട്. എന്താ പറയാ, ഗാങ് ഡ്രസ്സ്, അതുപോലെ വണ്ടി, അതല്ല. സോ 2 വണ്ടിയായിരിക്കും നമുക്ക് വരുന്നത്. ഒരു 4x4 ഒരു 6x6 രണ്ടും ഉടനെ. അതിൽ 4x4ന്റെ പണി ഏകദേശം എല്ലാം കഴിഞ്ഞു. ഹേ ചന്ദ്രൻ, ഹലോ ബ്രോ. ബ്രോ സിറ്റിയിൽ വരത്തില്ല, ഇന്നൊരു അടിയുണ്ട്. ഹലോ, സിറ്റിയിൽ വരത്തില്ലേ? നമ്മൾ എച്ചപ്പായിട്ട് സിറ്റുവേഷൻ ഉണ്ട്. എന്താണ് അങ്ങനെ പറയാനാണോ? എനിക്ക് വയ്യാളിയാ. ആളിയാ അടിക്കണ്ടേ ആളിയാ? നീ അല്ലേ മുന്നിൽ നിന്ന് അടിക്കണ്ടവൻ. സിറ്റി ഇപ്പൊ അപ്പാവും ഒരു സിറ്റി അപ്പല്ലേ? അല്ലല്ല സിറ്റി ഉച്ചക്ക് പോയതാ. എങ്ങനെയുണ്ട് 50 ഒക്കെ എടുത്തിട്ട് വാലറിന്റെ കളിച്ചു നോക്കിയാ? അളിയ വാലറന്റ് ജസ്റ്റ് ഒന്ന് ഡെത്ത് മാച്ചിൽ കയറി 800-900 FPS ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ തന്നെ F8 അടിച്ച് ഇറങ്ങി. ഡെത്ത് മാച്ച് കിട്ടും, പക്ഷെ അത് മറ്റേത് കിട്ടൂല കേട്ടാ. അതെ. എന്നാൽ എടാ, പിന്നെ എൻവിഡിയുടെ ഡ്രൈവേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആക്കി വെക്കണേ. അത് എൻവിഡിയുടെ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതാക്കണേ. എന്നാലേ FPS അങ്ങോട്ട് പോത്തുള്ളൂ. PC അങ്ങോട്ട് നശിക്കുള്ളൂ. എൻവിഡിയ അങ്ങോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാനത് ഇൻസ്റ്റാൾ ചെയ്തതിന് പിന്നാണ് എനിക്കിപ്പം 5090 വെച്ച് ഞാൻ 200 FPS വാലറന്റ് സ്ട്രീം ചെയ്യണം. അവസ്ഥ അളിയ. ഒരു സെക്കൻഡ് അളിയ, എനിക്ക് സത്യം പറഞ്ഞ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ നേരെ ഇത് 2 ഇൻസ്റ്റാൾ ചെയ്ത് OBS-ഉം 5M-ഉം. എങ്ങനെ ഉണ്ടായിരുന്നു ചന്ദ്ര എക്സ്പീരിയൻസ്? ഈ പ്രതീക്ഷിച്ചായിരുന്നു PC? ഇല്ല ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അളിയ. ഞാൻ വിചാരിച്ച് വേറെ എന്തേലും ആയിരിക്കുമെന്ന്. ഹോട്ട് വീൽസിന്റെ ഒരു പെട്ടി കാറോ, ഒരു വെട്ടി കാറോ മറ്റേ നീ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തടാ സ്നേഹ. നീ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് സ്നേഹ എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച്, അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലടാ. അന്നേരം എന്റെ അടുത്ത് ചോദിച്ച് 5090 വേണോ അതോ 5080 മതിയോ എന്ന്. അന്നേരം ഞാൻ പറഞ്ഞു 5080 ആണ് ബെറ്റർ, അത് എടുത്തു കൊടുത്താൽ മതിയെന്ന്. പക്ഷെ ബെറ്റർ അതൊക്കെ തന്നെ അടിച്ചപ്പോ ദേവട്ടെ വന്നില്ലടാ. ഞാൻ ഇന്ന് പോയില്ല. ഇന്നലെ നിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴല്ലേ സിറ്റി വർക്ക് ഇതാവാതിരുന്നത്. പിന്നെ നീ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഇന്ന് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. രാവിലെ ഇനി ഞാൻ ഇത് സ്ട്രീം കഴിഞ്ഞിട്ട് നേരെ അങ്ങ് പോകും. വണ്ടി ഓടിച്ച് വിനീത് വരും. എന്റെ തലക്കടിച്ചല്ലേ? പിന്നെ ഒരു ദിവസം ഞാൻ നിന്റെ പേരില് എക്സ്ക്യൂസ് പറഞ്ഞോട് നിന്ന്. എന്ത് ചെയ്യുന്നു? എടാ ചന്ദ്ര, ജീന ചേച്ചി വന്നിട്ട് ചോദിച്ച് ഞാൻ ആശാനായിട്ട് വരട്ടെ TV ക്കകത്തോണ്ടെന്ന്. പിന്നെ പോത്തോക്കി പറഞ്ഞില്ലേ വേണ്ടത്? എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗൈസ്, TV-ന്ന് ഒരാളും കൂടി ഒഫീഷ്യലി ലെഫ്റ്റ് ആയി. ആൻഡ് അത് ട്രിക്കിയാണ്. ട്രിക്കിക്ക് സോ ട്രിക്കി ആക്ച്വലി അവൻ ഇറങ്ങുവാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതൊക്കെ ഓരോരോ പേഴ്സണൽ തീരുമാനങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് അവൻ്റെ കാര്യം വന്ന് പറഞ്ഞു. ഇറങ്ങി. സോ ട്രിക്കിയും TV-ന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇത്രയും പേരാണ്. ട്രിക്കിയും
കണ്ണാപ്പി ആൻഡ് ബോബോയ് പോവാണ്. എനിക്ക് ആക്ച്വലി ഞാൻ പറയട്ടെ, എനിക്ക് അതിനെപ്പറ്റി ആരൊക്കെ പോകും എന്നുള്ളതിനല്ല ഞാനിപ്പോ നിക്കണം. ആരൊക്കെ പോവും, ആരൊക്കെ ഇതാക്കും എന്നുള്ള കാര്യമല്ല നിക്കണം. ഞാൻ ഇത് മുന്നോട്ട് പോകുമ്പോ ആരൊക്കെ നമ്മുടെ കൂടെ അല്ല ആരൊക്കെ ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിലാണ് എനിക്കിപ്പോ കൺസേൺ. മനസ്സിലായ? ഞാൻ അതേ നോക്കണുള്ളൂ. ഞാനിപ്പോ ലിറ്ററലി അതേ നോക്കണുള്ളൂ. മൈൽസിന്റെ വീട്ടില് അവനിപ്പോ ഒരു ബ്രോസ്റ്റഡിന്റെ കട തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്താ? ബാല ഊത്താ? എവിടെ സോറി ഓടി ഊത്തെന്തോ ഊതുന്നു ബാലൻ. സ്ട്രില്ലിന് ഒരു എക്സാം ഉണ്ട്, ഈ മാസം അവസാനം വരുമെന്നാണ് സ്ട്രിൽ ലാസ്റ്റ് വന്ന അപ്ഡേറ്റ്. വേറെ ഒന്നും പറഞ്ഞില്ല. ഇത്രയും കാര്യങ്ങളെ നമുക്ക് അറിയുള്ളൂ. മനസ്സിലായ? എന്താടാ സ്ട്രില്ല്? അല്ല, സ്ട്രില്ല് ഈ മാസം അവസാനം വരെ ഒരു എക്സാം ഉണ്ട്, അതിന്റെ വരാന്നാണ് പറഞ്ഞത്. ഈ ലോക്കിയൊക്കെ നിങ്ങൾ എന്താണ് ഗൈസ്? ഞാൻ എത്ര വട്ടം പറഞ്ഞു ഗൈസ്, ലോക്കിക്ക് വരാൻ പറ്റൂല ഗൈസ്. അവ പഠിക്കാൻ പറ്റിയല്ലേ, അതെങ്ങനെ കളിക്കാനാ? അതല്ലടാ, നമ്മുടെ ടി വി ഒക്കെ ഉണ്ടായിരുന്ന ലോക്കി. തമാശ ഇറക്കിയല്ലേ? സർവർ വന്നല്ലോ. ചന്ദ്ര എടാ മന്ദാരം, നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. നീ എന്തൊക്കെ പറഞ്ഞായിരുന്നല്ലോടാ നീ പാട്ടി. എന്തൊരു ചന്ദ്ര, നീ കാടിനെ പറ്റി എന്തോ പറഞ്ഞായിരുന്നല്ലോ നീ? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എടാ നീ പറഞ്ഞു ഞാൻ കട്ടികളാണ് മന്ദാരം, നീ എഴുതി വെച്ചോ മന്ദാരം? നിന്റെ പടവും വെച്ച് കട്ടി ഇറക്കും ഞാൻ ഒന്നും പറഞ്ഞില്ല. ചന്ദ്രല്ലേ പറഞ്ഞു, ചന്ദ്രന് ആ കാടിനോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് അതാ മാറ്റാത്തത്. നീ കക്കൂസിന് സംസാരിക്കേ? അല്ല ഇപ്പൊ മാറാം, ഇപ്പൊ മാറ്റം. ശരിയാ, നമുക്കൊന്ന് കയറി വെക്കല്ലേ? 50-80 കുറച്ച് സ്പീഡ് കൂടുതലെന്നാ കേട്ടത്. നെറ്റ് സ്പീഡാണ് അളിയ. അത് സ്പെക്ക് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് നിനക്ക് സ്പെക്ക് അപ്പം മനസ്സിലാവും. ക്രാഷ് ആവുന്നതും സ്പെക്കുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് നിനക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ലാസ്റ്റ് ആയിട്ട് ടി വിക്ക് അകത്ത് കയറിയത് 2.5 വർഷം മുമ്പും, പിന്നെ പിത്തൽജി ടി വിക്ക് വേണ്ടി ലാസ്റ്റ് ആയിട്ട് സംസാരിച്ചത് സരക്കിന്റെ ലൈവിലുമാണ്. ഈ 2.5 വർഷത്തിനകത്ത് പിത്തൽജി ടി വി റിലേറ്റഡ് ആയിട്ടുള്ള സാധനത്തിനകത്ത് ഞാൻ അന്നേ കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ പുള്ളിയെ കണ്ടിട്ടില്ല. മനസ്സിലായേ? പുള്ളി എന്തോ അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പുള്ളിയെ കണ്ടിട്ടുള്ളത്, വേറെ എങ്ങും കണ്ടിട്ടില്ല ഞാൻ പിത്തൽജി. അപ്പൊ പിന്നെ പിത്തൽജി കാര്യം നിങ്ങൾ ചോദിക്കണ്ടല്ലോ. പിത്തൽജി ഇല്ല, ഓൾറെഡി ടി വി ലൈനപ്പിൽ പിത്തൽജി ഇല്ല ഇപ്പൊ. ഓൾറെഡി സെർവർ ഈസ് ഇൻ അഡ്മിൻ ഓൺലി മോഡ്. എനിക്ക് ബാനാ. എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞില്ല, അതായിരിക്കും. നിങ്ങളല്ലേ പറഞ്ഞ നീഗൻ ആക്റ്റീവ് ആണെന്ന്. നിങ്ങൾ തിരക്ക് നീഗനോട് തന്നെ ചോദിക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോ നീഗൻ സ്ഥിരം ആക്റ്റീവ് ആണെന്ന് നിങ്ങൾ പറഞ്ഞ. അല്ല, ടുബോർഗ് സ്ഥിരം ആക്റ്റീവ് ആണെന്നാണ് പറഞ്ഞത്. ഞാൻ എന്തിനു പറയാൻ പറ്റും? എനിക്ക് അറിഞ്ഞൂടാ ടുബോർഗിന്റെ ഒക്കെ ഇതെന്താന്ന്. ടുബോർഗൊക്കെ എപ്പൊ കീറി എപ്പൊ കളിക്കുന്നു ഒന്നും പറഞ്ഞിട്ടില്ല ഗൈസ്. ഞാൻ നിങ്ങളുടെ ഇനി ഒരു സത്യം പറയട്ടെ ഗൈസ്, ഇത്രയും നാള് പറയണ്ടെന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. വില്ലൻ ബ്രോ എന്താണ് RP കളിക്കാത്തതെന്ന് അറിയാമോ നിങ്ങൾക്കൊക്കെ? ഇല്ല. വില്ലൻ ബ്രോയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, TVയിൽ റിക്രൂട്ട് ചെയ്തതിന് ശേഷം പുള്ളി ഇനിഷ്യലി 2-3 സ്ട്രീം വന്നപ്പോൾ കുറച്ച് പേര് ഫെയിമിനും പൈസയ്ക്കും വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ കയറിയത്, അവിടെ നിന്ന് വന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പുള്ളിയുടെ ചാറ്റിനകത്ത് പോയിട്ട് പുള്ളിയെ ഇത് ചെയ്ത്. എനിക്ക് കുറെ ഇൻബോക്സിലും ഇത് തന്നെ, എനിക്ക് കുറെ സ്ക്രീൻഷോട്ടും ഇതൊക്കെ ഒരു സമയത്ത് എനിക്ക് അയച്ചു തന്നുകൊണ്ടിരുന്നു പുള്ളി. മനസ്സിലായ? പുള്ളിക്ക് കുറെ അന്ന് തൊട്ട് പുള്ളിക്ക് ഇത് കളിക്കാൻ താല്പര്യമില്ല. പുള്ളിക്ക് അങ്ങനെ ഒരു റവന്യൂവും വേണ്ട, അങ്ങനെ ഒരു ഇതും വേണ്ട, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രം മതി എന്ന് പറഞ്ഞാണ് ഇത്രയും നാളായിട്ട് വില്ലൻ ബ്രോ ഇവിടെ നിൽക്കുന്നത്. ഇനി ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഹേറ്റ് ആവും പുള്ളിയെടുത്ത്. അതുകൊണ്ട് ഞാൻ പറയാണ് പുള്ളി പറയണമെന്ന് പറഞ്ഞാൽ, ഞാൻ എങ്ങും പോകത്തില്ല, ഞാൻ ഇനി ഇവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ എനിക്ക് ഇതിൽ നിന്നുള്ള റവന്യൂവും കാര്യങ്ങളും ഒന്നും വേണ്ട, ഞാനത് ഉണ്ടാക്കാൻ പോകുമ്പോൾ എല്ലാവരും അങ്ങനെ പറയും എന്നുള്ള രീതിയിലാവും എന്നുള്ള രീതിയിൽ പുള്ളി എപ്പോഴും ഷോ അടിച്ച് ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് എന്നോട്. ഞാൻ കുറേ പറഞ്ഞു ആരെ നോക്കുകയാണ് ഇഗ്നോർ ചെയ്യുന്നുള്ള രീതിയിൽ.
ചന്ദ്രന് സിറ്റിയിലെ കയറാൻ പറ്റുന്നില്ല മറ്റേ വിസിയിലൊക്കെ പോയിരിക്കും സപ്പോർട്ട് വിസിയിൽ. ഇല്ല ആർക്കും കയറാൻ സിറ്റി പറ്റില്ല. അപ്പായില്ലല്ലോ. അപ്പായില്ല. ആർക്കും കയറാൻ അഡ്മിൻ പറ്റില്ല. ഓൺലൈനില് അഡ്മിൻ ഓൺലി മോഡലാണ്. വാറ്റ് ഗോകു ഗൈസ്, ആ. നിങ്ങൾക്ക് ഒരുമാതിരി എന്താണ് ഗൈസ് ഇങ്ങനെ പറയണേ? ഗോകു ഒക്കെ ഇവിടെ ഉണ്ടോ ഗൈസ്? ഗോകു ഒക്കെ കളിക്കുന്ന നിങ്ങൾ കാണാറുണ്ടോ? നിങ്ങൾ ഒരുമാതിരി ഇത് ഇറിറ്റേറ്റ് ചെയ്യാൻ ചോദിക്കണതാണോ അതോ അല്ലാതെ ചോദിക്കണോ? പപ്പടം സെയിം ഇഷ്യൂ തന്നെ. പപ്പടത്തിന്റെ സെയിം ഇഷ്യൂ ഒന്നും അല്ല ബ്രോ. പപ്പടത്തിന്റെ എന്ത് ഇഷ്യൂ? പപ്പടത്തിന്റെ സെയിം ഇഷ്യൂ ഒന്നും അല്ല. ഇപ്പൊ എന്തുണ്ടായി നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞോണ്ടിരിക്കും. അതല്ല, പപ്പടത്തിന്റെ ഇഷ്യൂവും വില്ലംബ്രോയുടെ ഇഷ്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലടാ. അതെങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? അത് അങ്ങനെ പറയണത് അത് അവൻ ഇങ്ങനെ സ്പാം ചെയ്തോണ്ടേ ഇരിക്കാണ്. അങ്ങനെയൊന്നും അല്ല ബ്രോ. പപ്പടത്തിന്റെ സീൻസും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പപ്പടം എല്ലാവരുടെയും കൂടെ എല്ലായിടത്തും കളിക്കുകയോ സ്ട്രീം ഇടുകയോ എല്ലാം ചെയ്യുമായിരുന്നു. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഗൈസ്. എനിക്ക് ബാക്കിയുള്ളവരുടെ കാര്യം അറിയത്തില്ല. നിങ്ങൾ അവരവരുടെ സ്ട്രീം ചെയ്യുന്ന അവരവരുടെ ചാറ്റിൽ പോയി ചോദിക്കും. ഞാൻ എന്ത് പറയാനാ? ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള കുറെ പേരുണ്ട്. ഇപ്പൊ അങ്ങനെ പോകണം. സന്തോഷമുള്ള കാര്യം വേണ്ട. ചന്ദ്രു ഈഗിളിന് USA എന്നൊരു കുപ്പി കൊണ്ട് വന്നിട്ടുണ്ട്. പുള്ളി എപ്പോഴാ ഫ്രീ ആവണേ നക്കി ബ്രോ. അങ്ങനത്തെ ഞാൻ എപ്പോഴും ഫ്രീ ആണ്. ഞാൻ ഞാൻ പോയി എടുത്തോണ്ട് വരാണോ? വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരാം, സേഫ് ആയിട്ട് കൊണ്ടുവരാം. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ ഈഗിളെ അങ്ങോട്ട് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാവേ ഗൈസ്. നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാവേ. എവിടെ ഞങ്ങളോട് കാണട്ടെ കളി. ആള് പോയി ആള് പോയാ? ഇത് ആൽക്കഹോളിന്റെ പ്രൊമോഷൻ ഒന്നും അല്ല. ബട്ട് ഞാനിത് പ്രൊമോട്ടും ചെയ്യാറില്ല. ആരോഗ്യത്തിന് ഭയങ്കര ഹാനികരമായിട്ടുള്ള സാധനമാണ്. പക്ഷെ ഞാൻ കുറെ എന്റെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഈ ഈഗിൾ ഗെയിമിംഗ് എന്നുള്ള പേര് ഞാൻ എങ്ങനെയാ ചൂസ് ചെയ്തത്, ഈഗിൾ എന്നുള്ള പേര് ചൂസ് ചെയ്തത് എങ്ങനെയാണെന്ന്. അത് ഈ മദ്യം കണ്ടിട്ടാണ്. മനസ്സിലായി? ഞങ്ങള് ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കസ്റ്റം റൂം കളിക്കുമായിരുന്നു, സീജ് ഗെയിം. അപ്പൊ സീജ് ഗെയിം കളിക്കുന്ന സമയത്ത് എന്റെ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ഇതിന്റെ പേര്, അതായത് ഗെയിമിലെ പേര് ഓരോരോരോ മദ്യത്തിന്റെ ആയിരുന്നു. ജാക്ക് ഡാനിയൽസ്, മറ്റേ ജവാന്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കറിയാവുന്ന മദ്യത്തിന്റെ പേരുകളൊക്കെ തീർന്നു. മനസ്സിലായോ? ഞങ്ങൾ കുറെ പേരുണ്ട്. ഞങ്ങളൊരു 10, 20, 25 പേരുണ്ട് കേട്ടോ. അപ്പൊ അറിയാവുന്ന എല്ലാവരും എല്ലാ മദ്യത്തിന്റെയും പേരിട്ട്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ വെറുതെ സെർച്ച് ചെയ്ത് അപ്പൊ ഞാന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയതാണ് ഇങ്ങനെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് കുപ്പികളുടെ പേര്. അപ്പൊ ഇത് അന്നേരം കേട്ടതാണ് ഈഗിൾ റയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അതായത് ഉണ്ട് ഒരു ഈഗിളിന്റെ ഇതൊക്കെ ഉള്ള ഈഗിൾ റയർ ഈ സാധനം. ഇത് എനിക്കിതിനെ പറ്റി അറിഞ്ഞൂടാ, ഈ കുപ്പിയെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ഞാൻ ഈ കുപ്പി കുടിച്ചു നോക്കിയിട്ടില്ല, ഒന്നുമില്ല കേട്ടാ. പക്ഷെ ഇത് അത്യാവശ്യം വിലയുള്ള കുപ്പിയാണ്. അപ്പൊ അന്ന് അങ്ങനെ ഇട്ട പേരാണ്. അത് കഴിഞ്ഞപ്പം ഇപ്പൊ റീസെന്റ് ജോക്കർ ബ്രോ വന്നപ്പം എനിക്കിത് മേടിച്ചോണ്ട് തന്നു. ഞാൻ ഇത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ഞാൻ ഇത് പൊട്ടിക്കൂല. ഇത് ഞാൻ പൊട്ടിക്കൂല. ഇത് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കും. ഇത് എത്ര ഇല്ലടാ, ഒരു രക്ഷയില്ലടാ. ഇത് $400 എന്തോ കുപ്പിയാണ്. ജോക്കർ ബ്രോ മേടിച്ചോണ്ട് തന്നാണ് എനിക്ക്. ജോക്കർ ബ്രോയുടെ ഗിഫ്റ്റ് ആണ്. ആളക്കാരെ നശിപ്പിക്കാൻ വേണ്ടിട്ട് പുള്ളി ഓരോന്ന് ചെയ്യുന്നുണ്ടോ? പുള്ളി ഡീമിൽ പോയി 10 വെള്ളം കളിച്ചേ. ജവാൻ ഗെയിമിംഗ് അങ്ങനെ അന്നങ്ങാട് ജവാൻ എന്നൊക്കെ പേരിട്ടതല്ലേ? ജവാൻ ഗെയിമിംഗ് ഞാൻ അത് കൊണ്ടുവച്ചിട്ട് വരട്ടെ ഗൈസ്.